സ്നേഹം നിറഞ്ഞവർ, ഇന്ന് ഏറെ സന്തോഷമാണ് ലയൺസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ തീരദേശ മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ണമാലി ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി മേഖലയിലുള്ള എല്ലാ ഭാഗത്തുള്ള കലാകാരന്മാരെ ആദരിക്കുക എന്ന വലിയൊരു ചടങ്ങ്, തീരദേശ ഉത്സവം, അതിന് തുടക്കം കുറിക്കുകയാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് ക്രൗൺ സിറ്റിയിലൂടെ. ഈ ഒരു അവസരത്തിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് ക്രൗൺ സിറ്റിയുടെ പ്രസിഡന്റ് ലയൺ നൗഷാദ്, സെക്രട്ടറി വിനീഷ്, ട്രഷറർ സുജിത്, ആ ക്രൗൺ സിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കലാ സാംസ്കാരിക രംഗത്തെ മികച്ചവരായ ആളുകളെ ആദരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം. കല ഒരു വിനോദം മാത്രമല്ല, അതിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പല മെസ്സേജും നമുക്കതിൽ വരുന്നുണ്ട് എന്ന് വ്യക്തമായൊരു ധാരണയുണ്ട് ലയൺസ് ക്ലബിനെന്ന് കാണിക്കുന്നു ലയൺസ് ക്ലബ്ബ് ഓഫ് ക്രൗൺ സിറ്റിയിലൂടെ. ഇതിൻ്റെ ഭാഗമായി തീരദേശ പ്രദേശത്ത് വരികയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കാളിയാവുന്നത് വലിയ അഭിമാനമാണ്. ലയൺസ് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സേവന സന്നദ്ധ സംഘടനയാണെങ്കിലും സാംസ്കാരികമായ മേഖല വളർത്തുവാൻ സാമൂഹികപരമായും സാംസ്കാരികപരമായും കലാപരമായും ഈ മേഖലകളുടെ എല്ലാ വളർച്ചയ്ക്കും പ്രത്യേകം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ലയൺസ് ക്ലബ്ബ് ഓഫ് ക്രൗൺ സിറ്റിയിലൂടെ ഓർക്കുന്നതിൽ വലിയ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ അവസരത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ എന്ന ഞാൻ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ക്ലബ്ബ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുന്ന 35ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ലയൺസ് എന്നാണ് അറിയപ്പെടുന്നത്, ലയൺ മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പല മേഖലയിലുള്ള ആൾക്കാരാണ് ഈ ക്ലബിലുള്ളത്. പല സിനിമാ പ്രവർത്തനവും, അഡ്വക്കേറ്റ്സ്, അങ്ങനെ കുറേ ബിസിനസ്മാൻ, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരാണ് ഈ ക്ലബിലുള്ളത്. ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും 200ഓളം രാജ്യങ്ങളിൽ 48,000ഓളം ക്ലബ്ബുകളുണ്ട്. അതിൽ പല സ്ഥലത്തും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. നമ്മളിവിടെ ഈ കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട് വയനാട് ഭാഗത്ത് നടന്ന ഒരു പ്രകൃതി ദുരന്തത്തിലും അതിലും നമ്മൾ വളരെയധികം സഹായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ വൈറ്റിലയിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനുകളും പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ മുണ്ടവേലി ഭാഗത്ത്, അതായത് നമ്മൾ അന്യം നിന്നുപോയ കാലാർണപ്പെട്ട ഒരു കല, ചവിട്ട് നാടകം എന്ന ഒരു കലയുടെ ഒരു സജീവമാക്കാൻ വേണ്ടി അവരുടെ ആ കലാകാരന്മാരെ ആദരിക്കാനുള്ള ഒരു ചടങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ മുണ്ടവേലിയിൽ എത്തിയിരിക്കുന്നത്. അവർക്ക് ഇനി വരും കാലങ്ങളിൽ അവർക്ക് ഈ നാടകത്തിന് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ ലയൺസ് ക്ലബ്ബ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. ഇനി വരും കാലങ്ങളിൽ നമ്മൾ ഇതേപോലെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്ലാനുണ്ട്. ഇതാണ് ലയൺസ് ക്ലബിൻ്റെ കൊച്ചിൻ ക്രൗൺ സിറ്റിയുടെ പ്രവർത്തനങ്ങൾ. ഇന്ന് വൈറ്റില ഇൻ്റർനാഷണൽ ക്ലബ്ബായിട്ടുള്ള വൈറ്റില ക്രൗൺ സിറ്റി ലയൺസ് ക്ലബിൻ്റെ ഒരു അഭിമാന നിമിഷമായിരുന്നു ഇന്ന് നമ്മളുടെ കണ്ണമാലിയുടെ ചവിട്ട് നാടകക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് അവർക്ക് ഉള്ള പുരസ്കാരം നൽകി ആദരിക്കുകയും അതിൽ ഒരു 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ നമ്മളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാറായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നമ്മളുടെ പ്രശസ്ത സംവിധായകനും ഫിലിം മേക്കറുമായിട്ടുള്ള ജോയ് കെ മാത്യു പങ്കെടുത്തു. അതോടൊപ്പം കൊച്ചിൻ പാലസ് സിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ അവർ പങ്കെടുത്തു. ലയൺസ് ഇൻ്റർനാഷണൽ കൊച്ചിൻ ക്രൗൺ സിറ്റി വൈറ്റിലെ ഒരു മെമ്പർ എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണെന്ന്. പ്രത്യേകിച്ച് തീരദേശോത്സവവുമായി ബന്ധപ്പെട്ട് ലയൺസ് ക്ലബ്ബ് വൈറ്റില നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ അരങ്ങേറിയത്. മുണ്ടമ്പലി സെൻറ്റ് ലൂയിസ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന അന്യം നിന്നു പോകുന്ന ഒരു കല, ചവിട്ട് നാടകം, ഇതിലെ കലാകാരന്മാരെ ആദരിക്കുക എന്നൊരു ചടങ്ങ്. അത് കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു ഞങ്ങൾ. ഈ കലാകാരന്മാരെ കണ്ടെത്തുക, കാരണം ഇത്തരം വേദികൾ ലഭിക്കാവുന്ന തന്നെ വളരെ വിരളമാണ്. ഇങ്ങനെയുള്ളൊരു വേദികളിൽ ഇത്തരം കലാകാരന്മാരെ ആദരിക്കുന്നതിന് മുമ്പ് ഈ കലാകാരന്മാരെ കണ്ടെത്തുക എന്ന് തന്നെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. എന്നിരുന്നാലും അടുത്ത വർഷം നടക്കുന്ന തീരദേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കലാകാരന്മാരെ ആദരിച്ചു. ഈ ചടങ്ങിൽ ഒട്ടേറെ മഹത് വ്യക്തികൾ പങ്കെടുത്തു. ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുത്ത ഇതിന് പ്രചോദനം നൽകിയ ജോയ് കെ മാത്യു സർ, വൈറ്റില ക്രൗൺ സിറ്റി
ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ഇന്ന് മനസ്സ് വളരെയധികം നിറഞ്ഞൊരു ദിവസമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചവിട്ട് നാടകം എന്ന കലാകാരന്മാരെ, പൂർവ്വ കലാകാരന്മാരെ ആദരിക്കുന്ന ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് പ്രൊജക്റ്റ് സംഘടിപ്പിക്കാനും വളരെയധികം കലാകാരന്മാരെ ആദരിക്കാനും അവരുടെ സന്തോഷങ്ങളെയും അവരുടെ കലാരംഗത്ത് അവരുടെ സേവനങ്ങളെയും വളരെയധികം സന്തോഷത്തോടുകൂടി നിന്ന് അവരുടെ കലാമൂല്യങ്ങളെ തിരിച്ചറിയാനും സാധിച്ചൊരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇനിഷ്യേറ്റീവ് എടുത്ത കൊച്ചിൻ വൈറ്റ്ല ക്രൗൺ സിറ്റി ലയൺസ് ക്ലബ് അതിലെ എല്ലാ അംഗങ്ങളോടും മെമ്പേഴ്സിനോടും അതിൻ്റെ ഭാരവാഹികളോടും സ്പെഷ്യലി ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ സാറിനോടും ഉള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഒരു ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന തീരദേശ ഉത്സവം എന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.